ഈ ടുഗദർനെസ് ട്യൂസ്ഡേയിൽ തന്നെ ചേഞ്ചത്തോൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ നമ്മൾ ട്രയൽ ക്ലാസ്സുകൾ ഓൾറെഡി 2 ബാച്ചിനും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇന്ന് 100 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളുടെ ചേഞ്ചത്തോണിൽ മാസ്റ്റർ മൈൻഡ് സെറ്റ് എന്നുള്ള ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യുന്ന മൺഡേകളിൽ നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ചേഞ്ചത്തോൺ ആദ്യ ബാച്ചിലുള്ള മെമ്പേഴ്സിന് അറിയാൻ പറ്റും സപ്ന മാമിന്റെ ക്ലാസ്സുകൾ എത്രത്തോളം ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് പ്രയോജനമായി എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിനെ തന്നെയാണ് ടുഗദർനെസ് ട്യൂസ്ഡേയിൽ ഇന്ന് ഗസ്റ്റ് ആയിട്ട് ഓൾറെഡി നമുക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. പക്ഷെ ഗസ്റ്റ് ആയിട്ട് ഇന്ന് ടുഗദർനെസ് ട്യൂസ്ഡേയിൽ ഗസ്റ്റ് ആയിട്ട് സപ്ന മാമിനെയാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം മാം വന്ന വഴികൾ അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഇവിടം വരെ എത്തിയതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടാവും. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രചോദനമാവും. അപ്പൊ ഞാൻ എന്തായാലും ഒരുപാട് സംസാരിക്കുന്നില്ല. ഒഫീഷ്യലായിട്ട് നമ്മുടെ 100 ഡേയ്സ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയാണ്. പിന്നെ ഈ ടുഗദർനെസ് ട്യൂസ്ഡേയിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ്, എന്തെങ്കിലും ഒരു നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റും ഉണ്ടാവും. അവരെയും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ എക്സ്ക്യൂസസ് ഒന്നും പറയാനില്ല. നമ്മളാകെ വളരെ ഒരു 250 എമൗണ്ടിലാണ് ഈ 100 ഡേയ്സ് പ്രോഗ്രാമിലേക്ക് മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വരാൻ താല്പര്യമുള്ളവരെടുത്ത് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ആരും തന്നെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് കൃത്യമായിട്ട് ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് കോൾ ചെയ്തിട്ടോ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലുണ്ട് അതിൽ ഇന്ന കാര്യങ്ങളുണ്ട് ജോയിൻ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരോ എന്തായാലും ജോയിൻ ചെയ്യും. പക്ഷെ നമുക്കൊരു മറ്റൊരാൾക്കും ഒരു നന്മ ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ളവർ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരെയും വൈകാതെ ജോയിൻ ചെയ്യിപ്പിക്കുക. കാരണം ഇന്നിപ്പോൾ ടുഗദർനെസ് ട്യൂസ്ഡേ, നാളെ വെൽനെസ് വെനസ്ഡേ, പിന്നെ ടേസ്റ്റി തേഴ്സ്ഡേ, എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഒന്നിനൊന്ന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. സപ്ന മാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ ചേഞ്ചത്തോൺ 100 ഡേയ്സിന്റെ ഫസ്റ്റ് ക്ലാസ് സപ്ന മാമിന്റെ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആവട്ടെ. അപ്പോൾ സപ്ന മാം വെൽക്കം. എന്തായാലും ഇവരായിട്ട് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ഋഷിത മാം. ഓക്കെ, വെൽക്കം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. നിങ്ങളെല്ലാം എല്ലാവരും ക്യാമറ ഓൺ ചെയ്യൂ. സപ്ന മാം, സോറി, ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ. ആ നിമ്മിയുടെ ഫേസ് കുറെ നാളുകൾക്ക് ശേഷം ഇന്നാണ് കാണാൻ പറ്റിയത്. നിമ്മിയും സപ്ന ഈ ചേഞ്ചത്തോൺ ക്ലാസ്സിലെങ്കിലും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് മെസ്സേജ് ഒക്കെ അയക്കാം കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം നിമ്മിയുടെ ആ ചിരിച്ച ഫേസ് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ മാം. ഓക്കെ, താങ്ക് യു മാം. ബാക്കിയുള്ളവർ കാണാൻ പറയത്ത് തന്നെയാണോ? ഇനി ക്യാമറയിൽ വരാനുള്ള ബുദ്ധിമുട്ടാണോ അതോ ഈ വരാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണോ? ഓക്കെ, റിപ്ലൈ ഇല്ല. ഓക്കെ, താങ്ക് യു മുന്ന മാം, ലൗഷി മാം, താങ്ക് യു സോ മച്ച്. ബാക്കി നിങ്ങളുടെ അവസ്ഥയും ഞാൻ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും പ്രാരബ്ധങ്ങളിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇന്ന് ഈ ഒരു അവസരം എനിക്ക് തന്നതും നിങ്ങൾക്കും ഇത്രയും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയും ഇതുപോലെ ഈ ഒരു അവസരം നേടിത്തന്ന ദൈവത്തോട് നമുക്ക് ഒരു നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് സഫ്ന ഇർഷാദ്. ഞാനൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണ്, ഒപ്പം ട്രെയിനറാണ്. ഇതില് ചിലർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കാം. എന്നെ അറിയുന്നവരാരെങ്കിലും ഉണ്ടോ ഇതില്? ഓക്കെ മാം, ഓക്കെ. അപ്പോ വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്.
അപ്പൊ ഇന്ന് എന്നോട് റഷിദ മാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എന്റെ ജേർണി, എന്റെ ലൈഫ് ജേർണി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ്. ഇപ്പോ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളിപ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. എന്താ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ ആരെങ്കിലും. എന്തിനാ നിങ്ങളെല്ലാം ഇപ്പൊ ഈ ടൈമിൽ, ഈ തിരക്കുള്ള ടൈമില് എന്തിനാ ഇപ്പൊ ഈ ഓൺലൈനിൽ വന്നിരിക്കണേ? എന്നെ കാണാനാണോ? ആ, ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരണം എന്ന്, മാറ്റം വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ട് അല്ലെ? നമ്മള് എന്താ പറയാ, ഞാൻ മാത്രം സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും അത് ബോറിംഗ് ആവും, ഒരു രസം ഉണ്ടാവില്ല. അപ്പോ ഞാൻ മെന്റൽ ഹെൽത്ത് കൗൺസിലറാണ്, ട്രെയിനർ, ഡയറക്ടർ ഓഫ് സെനിത് മൈൻഡ് സ്പേസ്. എന്റെ കൗൺസിലിംഗ് സെന്റർ ആണ് സെനിത് മൈൻഡ് സ്പേസ്. ഒരു മിനിറ്റ്, എസ്തർ എന്നുള്ള ഐഡിയ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യാം. നിങ്ങൾ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണേ, എസ്തർ എന്നുള്ള ഐഡിയ. ഓക്കെ, താങ്ക് യു, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ മാം, ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയാണ്, ഐ ആം ദ ഡയറക്ടർ ഓഫ് സെനിത് മൈൻഡ് സ്പേസ്. എന്റെ കൗൺസിലിംഗ് സെന്ററിന്റെ പേരാണ് സെനിത് മൈൻഡ് സ്പേസ്. ആ സെനിത് മൈൻഡ് സ്പേസിലേക്ക് ഞാൻ എത്തിപ്പെടാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ഞാൻ ചെയ്യേണ്ടി വന്നു. ഒരു പക്ഷെ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് കണക്റ്റ് ആവും. കാരണം നിങ്ങളും ഭാര്യ അല്ലെ, മകൾ, അമ്മ, മരുമകൾ, അങ്ങനെ പല റോളുകളിലും പോയിക്കൊണ്ടിരിക്കുന്നവരാ. അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റും. ഞാൻ BSc കഴിഞ്ഞു, B.Ed കഴിഞ്ഞു, 1 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷമായിരുന്നു കല്യാണം. കല്യാണത്തിന്റെ സമയത്തും ഞാൻ ജോലി ചെയ്യണ്ടായിരുന്നു, ടീച്ചറായിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു. സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5 months ആയപ്പോഴേക്കും ഞാൻ കൺസീവായി, എന്റെ മോളെ കൺസീവായി. കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആദ്യത്തെ പ്രഗ്നൻസിയാണ്, നമുക്ക് നോട്ടം കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് എന്ത് ചെയ്തു, ഞാൻ ജോലി റിസൈൻ ചെയ്തു. അപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്, അല്ല ഞാൻ എന്തോ ചെയ്യാനുണ്ട്, ഇതിങ്ങനെ ഞാൻ എന്റെ കുഞ്ഞിനെ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, ഒപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കൂടി എനിക്ക് വേണ്ടി ചെയ്യണം. നിങ്ങൾക്കും തോന്നാറില്ലേ ചില സമയങ്ങളിൽ രാവിലെ മുതൽ പാത്രം കഴുകി, മുറ്റടിച്ച്, അകമടിച്ച്, തുടച്ചൊക്കെ വരുമ്പോ എന്തിനാണോ ജീവിക്കണേന്നൊരു ചിന്ത വരാറില്ലേ? ഇതേ ചിന്തകള് എനിക്കും വന്നു. പക്ഷെ അപ്പോഴും ഞാൻ എന്ത് വിചാരിച്ചു, ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ വളർത്തണം, അതൊരു അമ്മ എന്നുള്ള നിലയിൽ എന്റെ ആഗ്രഹം. ഞാൻ അതായത് ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് മക്കളെ നിർത്തിയിട്ട് പോകുന്നവരുണ്ട്, അതിൽ ഞാൻ കുറ്റം പറയുന്നതല്ല. എന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുഞ്ഞിനെ എന്റെ കൂടെ നിർത്തി ഞാൻ വളർത്തണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല. ഈ ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ എന്തായിട്ട് കിടന്നു, ആഗ്രഹമായി തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ സൈക്കോളജി എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ എന്നും എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിഷയമായിരുന്നു. എന്റെ 2ാമത്തെ മകനെ കൺസീവ് ആകുന്നതിന് മുൻപ് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടി നമുക്ക് സൈക്കോളജി ചെയ്താലോ, പഠിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു, ഇല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അവൾ ഓൾറെഡി വേറൊരു റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, PSC കോച്ചിങ്ങില് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താ, ഒന്ന് പറഞ്ഞു തരാവോ? എന്തായിരുന്നു എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്? അത് അവരെ നോക്കിയിട്ട് അവരെന്താണോ ചെയ്യണത് അത് നോക്കി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അതായത് ഞാൻ എനിക്കൊരു കൂട്ടാളിയെ അന്വേഷിച്ചിരുന്നു അല്ലെ. ഇപ്പൊ MA സൈക്കോളജി ഇഗ്നൂന്റെ ചെയ്യുന്നതിന് എനിക്കൊരു കൂട്ടുകാരുടെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എന്റെ കംഫർട്ട് സോണില്, അതായത് എനിക്കൊന്നും നഷ്ടപ്പെടാൻ, ഞാൻ എന്റെ കംഫർട്ട് സോണിൽ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഫ്രണ്ട് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും കുഞ്ഞുങ്ങളെ നോട്ടം, അപ്പോഴത്തേക്ക് 2ാമത്തെ കുട്ടി കേട്ടോ, കുഞ്ഞുങ്ങളെ നോട്ടം, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എന്റെ 3ാമത്തെ കുഞ്ഞ്, അതായത് എന്റെ 2nd ചൈൽഡും 3rd ചൈൽഡും തമ്മിൽ ഒരു
1 year and 8 months ഡിഫറൻസേ ഉള്ളൂ. 1 വയസ്സും 8 മാസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതായത് എന്റെ കുഞ്ഞിന് 9 മാസം ആയപ്പോഴേക്കും ഞാൻ 3ാമത്തെ കൺസീവായി. കൺസീവ് ആവുന്നതിന്റെ തൊട്ട് മുമ്പത്തെ മാസം ഈ കഴിഞ്ഞ വർഷം ഞാൻ വിളിച്ച ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറയാണ് നമുക്ക് സൈക്കോളജി പഠിച്ചാലോ എന്ന്. അപ്പൊ എന്റെ മനസ്സിൽ ഓൾറെഡി ഇതുണ്ട് അല്ലെ, പഠിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യം എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ വിളിച്ചപ്പോ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫീ ഒക്കെ ചെയ്തു. പിറ്റേ മാസം ആയപ്പോഴേക്കാണ് എന്ത്, ഞാൻ കൺസീവ് ആവുന്നത്. അപ്പോ നോർമലി നമുക്ക് വരുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, പ്രൊജക്ട്, അസൈൻമെന്റ്, കാര്യങ്ങള്, തിരക്ക്. മൂത്ത കുഞ്ഞിന് 4 വയസ്സ് 5 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 1 വയസ്സ് 8 മാസം, 3ാമത്തെ ആള് വരുമ്പോഴേക്കും ഈ കുഞ്ഞിനെ വയറിൽ കിടക്കുമ്പോൾ നമുക്കറിയാലോ തളർച്ചയും ക്ഷീണവും എല്ലാം നമുക്കുണ്ട്. വോമിറ്റിങ്, ഗ്യാസിന്റെ പ്രോബ്ലം, അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതെല്ലാം താണ്ടി ഇതിന്റെ ഇടക്കും ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യായിരുന്നു, കോഴ്സ് എനിക്ക് ലാഗ് ചെയ്തിടാമായിരുന്നു അല്ലെ. 5 വർഷം ഉണ്ട്, വേണമെങ്കിൽ ഈ 5 വർഷത്തിനുള്ളിൽ ചെയ്യാമെന്ന് എനിക്ക് തീരുമാനിക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. ഈ 2 വർഷം കൊണ്ട് തന്നെ തീർക്കണം എന്നുള്ളത് എന്റെ ഗോളായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ വർക്കുകളുടെ ഇടയിലും ഈ വയ്യായിക, ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങൾ, ഇതിന്റെ ഇടയിലും ഞാൻ ഈ 2 വർഷം കൊണ്ട് എന്റെ സൈക്കോളജി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇതിൽ വന്നൊരു വിഷയം എന്താന്ന് വെച്ചാല്, രാവിലെ മോളെ സ്കൂളിൽ വിടും. സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ വീട്ടിലെ പണികളൊക്കെ ഒന്ന് വേഗം ഒന്ന് തീർത്തിട്ട് എന്റെ കാര്യങ്ങൾ പഠിക്കാനും എഴുതാനൊക്കെ ഇരിക്കാന്ന് വിചാരിക്കും. നടക്കുവോ? ഇല്ല. എനിക്ക് എന്ത് പറ്റും, ഇളയതിന്റെ കാര്യം നോക്കണം, എനിക്ക് ക്ഷീണം വരും, ഞാൻ ടയേർഡാവും. ഈ വീട്ടു ജോലിയിലൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ ടയേർഡാവും, കുഞ്ഞുങ്ങളെ നോക്കാനുണ്ട്. കുറച്ച് ദിവസം ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി, അല്ല ഇതുകൊണ്ട് വലിയ കാര്യമില്ല. കാലകാലം ഞാൻ പാത്രം കഴുകി വീട്ടിലിരിക്കേണ്ട വരും. എന്റെ കയ്യിൽ BSc BEd ഉണ്ട്, പക്ഷേ MA സൈക്കോളജി എന്റെ ഒരു ലക്ഷ്യമാണ്. ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ ഉമ്മ ഉണ്ട്, ഉമ്മയുടെ അടുത്ത് പറഞ്ഞു, ഉമ്മ ഒരു കാര്യം ചെയ്യ്, ഉമ്മയുടേതായ കാര്യങ്ങൾ ചെയ്തിട്ട് എന്റെ വർക്കുകൾ അവിടെ ഇട്ടേക്ക്, ഞാൻ എന്റെ ഈ പഠിക്കാനുള്ളതും ചെയ്യാനുള്ളതും ചെയ്തിട്ട് ഞാൻ വന്ന് ചെയ്തോളാം. നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ. കാരണം പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ട്, വീട്ടു ജോലികളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി വെക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്റെ സ്റ്റോറി പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു, കുഞ്ഞു പുറത്തു വന്നു, ഞാൻ പഠിച്ച് എക്സാം എഴുതി നിൽക്കാണ്. മാർക്കൊക്കെ കിട്ടി, കുഴപ്പമൊന്നുമില്ല, നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തിളച്ചു മറിയ ചില സമയങ്ങളിൽ ചില ആഗ്രഹങ്ങള് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിയൂലേ. ഓ അതെ, ഭയങ്കരമായിട്ട്, അതായത് നമ്മുടെ മാക്സിമത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഞാൻ വിചാരിക്കണത് എനിക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോ എന്റെ പഴയ ഫ്രണ്ടില്ലേ, എന്റെ കൂടെ സൈക്കോളജി ചെയ്ത ഫ്രണ്ട്, ആ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയാണ്, എടി നമുക്കൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താലോ എന്ന് ചോദിച്ചു. വെൽമൈൻഡ് എന്ന് പേരിട്ടിട്ട് നമുക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഇത് ഇങ്ങനെ തീപ്പൊരി ഇങ്ങനെ കിടക്കാണല്ലോ. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു, കുറച്ച് മണ്ണെണ്ണയും കൂടെ ഒഴിച്ചപ്പോ അതങ്ങ് ആളിക്കത്തി. വേഗം തന്നെ ഞങ്ങൾ 2 പേരും കൂടി വലിയൊരു ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്യണം, എങ്ങനെ നമുക്ക് ആളുകളെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരണം, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഇത് പറഞ്ഞു വന്നതിൽ ഒരു പോയിന്റ് വിട്ടുപോയി. സൈക്കോളജി പറയുന്ന ഒരു വിഷയമുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ ലോ ഓഫ് അട്രാക്ഷൻ? നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രപഞ്ചമായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിക്കും. പ്രപഞ്ചമായിട്ട് നമ്മളുടെ അടുത്ത് എത്തിക്കും. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. വെരി ഗുഡ്. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ സൈക്കോളജിയുമായി ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് എന്തായി, എനിക്ക് കോള് വരികയാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, തീവ്രമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, തീവ്രമായിട്ട് നിങ്ങൾ അങ്ങ് ആഗ്രഹിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ തീവ്രമായിട്ട് അങ്ങ് ആഗ്രഹിക്കാം. ആഗ്രഹിച്ചോണ്ട് മാത്രം കാര്യമായോ? ഇല്ല. ഞാൻ കുറെ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഞാൻ കുറെ ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ടോ? ഇല്ല. ഒരു കാര്യമില്ല. നമ്മൾ ആഗ്രഹിക്കുകയും വേണം, അതിനൊപ്പം എന്തുകൂടി ചെയ്യണം,
ചെയ്യണം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു സെന്റർ ആയിട്ട് ഓപ്പൺ ചെയ്തില്ല, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു, നമ്മൾ ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിൽക്കാല്ലേ, നമ്മളിപ്പോ ഒരു MA സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബേസ് മാത്രമാണ് കേട്ടോ, അതൊരു ബേസ് മാത്രമാണ്, നമുക്ക് അതിലൊരു പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നൊന്നും പറയാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഒരു ക്ലാസ്സിൽ, ആ ക്ലാസ്സിന്റെ ഒരു ദിവസത്തെ റേറ്റ് എന്ന് പറയുന്നത് 3500 ആണ്. ആക്ച്വലി 7000 ആണ്, ഞങ്ങൾക്ക് അത് ഓഫറിൽ കിട്ടിയത് കൊണ്ട് 3500. ഞാൻ അവിടെ ചെന്നിരുന്നപ്പോ, ആ ക്ലാസ് ആ സാർ എടുത്തോണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ വന്ന ആഗ്രഹം എന്താണെന്നറിയോ? ആഗ്രഹമല്ല, ലക്ഷ്യം എന്ന് പറയുന്നത്, നിങ്ങളായിട്ട് കണക്ട് ചെയ്തോ, ഞാൻ എന്റെ ഫീൽഡാ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്ന സ്റ്റോറി കേൾക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഓരോ വശങ്ങളും കണക്ട് ചെയ്തെടുക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഈ സാറ് സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോ ഞാൻ കാണുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സാറിന്റെ ക്ലാസ് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ കാണുന്നത് എങ്ങനെയാ? ഇങ്ങനെ ഒരു വേദിയിൽ, ഒരു സ്റ്റേജില് ഞാൻ നിൽക്കുന്നതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ക്ലാസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ക്ലാസിന്റെ പേര് വിട്ടു, ജ്വാല. വിത്തിൻ 2 months ഞങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്തു. വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അല്ലല്ലോ, ആ സമയത്ത് നമ്മളൊന്നും ആരും അറിയില്ല, ഫീൽഡിലേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. വിളിക്കുമ്പോ എല്ലാവരും പറയും എത്രയാ ഫീ? അത് ഇത്തിരി കൂടുതലാ. എല്ലാവർക്കും ഫീസാണ് പ്രശ്നം. എന്നാൽ നമ്മൾ അത്ര വലിയ ഫീസ് പറയുന്നുമില്ല. പക്ഷെ കഷ്ടപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്തു. ഞങ്ങൾക്ക് 20 സ്റ്റുഡൻസിനെ കിട്ടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സക്സസ് അല്ലേ? സക്സസ് ആണ്. യെസ്. കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ഞങ്ങൾ നിന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. ആ സംശയം വരുമ്പോ എന്ത് സംഭവിക്കും? ഒന്നും നടക്കൂല. കാരണം എന്താ? നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി അവിടെ ലോസ് ആയി പോകും അല്ലെ? അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഉള്ളിലും എന്തൊക്കെയോ ഉണ്ട്. ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇതുപോലെ ഈ സമയത്ത്, വീട്ടിൽ തിരക്കുള്ള സമയത്ത് ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് അല്ലെ? യെസ്. പിന്നെ അവിടെയുള്ള ബാരിയർ എന്ന് പറയുന്നത് എന്താ തടസ്സം? എന്താ അവിടെ? നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യണം, എപ്പോ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെ? എപ്പോ ചെയ്യണം, ഇനി സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ സക്സസ് ആവുമോ അല്ലെ? സക്സസ് ആയില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കളിയാക്കൂലേ? അതാണ് മെയിൻ. മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ആര് നമ്മളെ കളിയാക്കിയാലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങള് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തപ്പോഴും പലരും ഞങ്ങളെ നോക്കി കളിയാക്കിട്ടോ, നിങ്ങക്ക് ആളെ കിട്ടിയില്ലേ? ഇതേ ചോദ്യമായിരുന്നു ഞങ്ങളോട് ചോദിക്കണത്. അപ്പൊ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയും കിട്ടും എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസമാണ്. കിട്ടും എന്നുള്ളത്. അതിനു വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചു. ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടല്ലേ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കണത് അല്ലേ? അന്ന് ഞങ്ങൾ പോയിരുന്നു. അതെ. അപ്പോ കുഞ്ഞുമക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, വീട്ടിലെ ജോലി കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ സൈക്കോളജി ഉപേക്ഷിച്ച് ക്ലാസ്സുകൾ കേൾക്കാനും പോവാതൊക്കെ ഇരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഞാൻ ഇരുന്ന് സംസാരിക്കോ? ഇല്ല. ഡയറക്ടർ ഓഫ് മൈൻഡ് സ്പേസ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങളും ചിന്തിക്കേണ്ട വിഷയം എന്താണ്? എന്താ ചിന്തിക്കണ്ടേ? ഞങ്ങൾക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. അത്രേ ഉള്ളൂ. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. നമ്മളൊരു റോഡിലൂടെ പോവാണ്, ഗൂഗിൾ മാപ്പ് ഇല്ലാത്തൊരു കാലമാണ് കേട്ടോ. ഗൂഗിൾ മാപ്പ് ഇല്ല. ഇന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും മാപ്പ് നോക്കിയാൽ മതിയല്ലോ. ഗൂഗിൾ മാപ്പ് ഇല്ല. നമ്മുടെ പൂർവികരൊന്നും ഈ മാപ്പ് ഉപയോഗിച്ചിട്ട് വന്നവരും അല്ല. ഈ
ഒരു റൂട്ട് പോവാണ്, എവിടെയോ എത്തിപ്പെടാൻ വേണ്ടിയാണ് പോകുന്നത്. ഈ പോയി കഴിഞ്ഞപ്പോ പല വഴിയിലും തടസ്സങ്ങളുണ്ട്, വഴി തെറ്റി പോകുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം അവിടെ വരെ എത്തുക എന്നുള്ളത് എന്താണ്, നമ്മളുടെ അത്യാവശ്യമാണ്. നമ്മൾ ഇടക്ക് വെച്ച് ഇട്ടിട്ട് പോരുമോ? ഇല്ല. 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 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വഴി പോയി അവിടെ തടസ്സം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ചു വരും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും റൂട്ട് മാറ്റി നോക്കും, അല്ലെ? നമ്മളെപ്പോഴും പറ്റില്ല പറ്റില്ല, വേണ്ട വേണ്ട, തടസ്സങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നിന്നാലുണ്ടല്ലോ, തടസ്സങ്ങളിൽ പെട്ടിങ്ങനെ നിന്ന് പോവേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ ഈ പറയുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കുഞ്ഞുങ്ങള്, അല്ലെങ്കിൽ ജോലി, അല്ല എന്താ വീട്ടിലെ ജോലി, ഈ തടസ്സങ്ങള്, ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എത്ര സമയം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. റെസ്റ്റ് ഇല്ലാന്ന് മാത്രം പറയൂ. ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ആ റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചൂടെ? ഉറപ്പായിട്ടും ഉപയോഗിക്കാം. അതിനുള്ള ഒരു പ്രോപ്പർ വേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റഷിദ മാം നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെ? നിങ്ങൾ റഷിദ മാം എപ്പോഴും ക്ഷണിക്കുന്നുണ്ട്, മക്കളെ നിങ്ങൾ മുൻപിലേക്ക് വാ വാ വാ, പഠിക്ക് പഠിക്ക്, നിങ്ങൾ എന്തെങ്കിലും നിലയിലെത്ത് എന്നും പറഞ്ഞ് റഷിദ മാം നിങ്ങളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. എന്നിട്ട് എന്തേ ഒന്ന് പറയുക ഇത്. പറഞ്ഞു. എന്താണ് ശ്രുതി? ക്ലിയർ ആയില്ല, ചോദ്യം ക്ലിയർ ആയില്ല. എനിക്ക് റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അതായത് നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു സ്പാർക്ക് ഉണ്ട്. ആ സ്പാർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സമയത്ത് എല്ലാ വീടുകളിലും തിരക്കുള്ള സമയമാണ്, ശരിയല്ലേ? ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്പാർക്ക് അത് ആളി കത്തിക്കണം എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ എവിടെയോ എന്തോ ഒരു തടസ്സം നിങ്ങളെ അലട്ടുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം, തട്ടിക്കളയണം. വേണ്ടേ? വേണം. എന്താണ് നിങ്ങളുടെ ആ ഒരു ബാരിയർ? എവിടെയാണ് നിങ്ങളെ ആ തടഞ്ഞു നിർത്തുന്ന പോയിന്റ്? ഒന്ന് അനലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? ഇവർക്ക് എനിക്ക് തോന്നുന്നു, ഇവരാരും പറഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. എനിക്ക് തോന്നുന്നു നടക്കുവോ ഇല്ലയോ, നേരത്തെ പറഞ്ഞ പോലെ കളിയാക്കുവോ, ഇത് പിന്നെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കില്ലേ, കുറ്റപ്പെടുത്തൂലേ, അങ്ങനെ ഒരു പേടിയാണെന്ന എൻ്റെ പിന്നെ തോന്നല്. അങ്ങനെയുള്ള പേടിയുടെ ഇടയിലാണ് നമ്മുടെ സുനിത റഷീദ് ചേഞ്ച് തോണിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പുതിയ സ്വന്തമായിട്ട് ഒരു റെന്റൽ ഷോപ്പ് തുടങ്ങിയത്. മദ്രാസിലൊക്കെ പോയി മെറ്റീരിയൽസ് ഒക്കെ എടുത്തുകൊണ്ടുവന്ന് ഷോപ്പ് തുടങ്ങി ഇപ്പൊ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകുന്നുണ്ട്. അവർക്കൊക്കെ നടക്കോ ഇത്, ഇടയ്ക്ക് ആൾക്കാരെന്തെങ്കിലും പറയോ എന്നുള്ള രീതിയൊക്കെ ആയിരുന്നു. നാണക്കേടാകുമോ അതാ, അങ്ങനെയൊക്കെ കരുതിയിട്ടാണ്. അങ്ങനെയൊക്കെ കരുതിയാല് സപ്ന മാം ഇതുപോലെ സംസാരിക്കില്ല. ഇതുപോലെ ഷീമിത്രയിലൂടെ നിങ്ങൾ എവിടെയോ കിടക്കുന്ന സപ്ന മാമിനെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിനെ നമ്മളാരും എൻ്റെ സ്റ്റാഫിനെ ഒന്നും ഡയറക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. എവിടെയൊക്കെയോ കിടക്കുന്ന ആൾക്കാർ അവരുടെ അറിവിലൂടെ ഒരുപാട് പേരെ കൈപിടിച്ച് കൊണ്ടുവരുന്നു, ഒരുപാട് പേർക്ക് ഇതിലൂടെ അത്രയും വലിയ നേട്ടങ്ങൾ നേടുന്നു. അങ്ങനെയൊക്കെ എന്താ മാറ്റം വരുന്നത് ആരെങ്കിലും എന്നെ കൊണ്ട് സാധിക്കും എന്നൊരു മെന്റാലിറ്റിയിൽ വരുന്നത് കൊണ്ടാണ്. സപ്ന മാം സംസാരിച്ചപ്പോഴാണ് സുനിത റഷീദ് മാറ്റം വന്നത്. അതുപോലെ ഷീസ്കില്ലിലൂടെയാണ് ഒരുപാട് സംരംഭകരായത്. അപ്പം ഇതൊക്കെ ആവണമെങ്കിൽ ഒരു വ്യക്തിക്കെങ്കിലും എന്നെ കൊണ്ട് അത് സാധിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റി വേണം. നാണക്കേട് എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിന്നാലേ നമുക്ക് എന്താ പറയാ ഒരുപാട് പരാതികളും പരിഭവങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല എന്നുള്ളവരുണ്ടെങ്കിൽ പറയും. ഞാൻ പറയാം, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇതിന് ഇറങ്ങണമെന്നൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് നിന്നാൽ നമുക്ക് എപ്പോഴും തടസ്സങ്ങളേ ഉണ്ടാവുള്ളൂ. എന്നെ കൊണ്ട് സാധിക്കും എന്ന രീതിയിൽ ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരുപാടല്ലെങ്കിലും അതിന്റെ ഒരു 10% നമ്മളെ കൊണ്ട് അത് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും.
ഇനി ആർക്കാണ് സ്വപ്ന മാമിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരാണ് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുക? ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞു. മാഡം അത് എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് ശരിയാകുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു സംശയം. എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഏത് തുടങ്ങണം, എങ്ങനെ ആ. ചെയ്യണം? മിനി അതെ മിനിന്റെ അടുത്ത് ഞാൻ പറയാം. മിനി ആ, നമ്മുടെ ഷീ സ്കില്ലിലെ അല്ലെങ്കിൽ ഷീമിത്രയിലെ ന്യൂ മെമ്പർ ആണ്. അതെ അപ്പൊ നിങ്ങളുടെ മുന്നിലില്ലേ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഷീ സ്കില്ലിലൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത്, ഒരു ഡ്രസ് ഡിസൈനർ ആവണമെങ്കിൽ അത്, ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത്, അതൊക്കെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പോലെ നിങ്ങൾ എന്താ പറയാ അത്രയും നിങ്ങൾക്ക് ഒന്നും ഒരു ഐഡിയ ഇല്ലെങ്കിലും അതൊക്കെ ചെയ്ത് ശ്രുതിക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. ശ്രുതി നമ്മളുടെ കോഴ്സിലുള്ളതാണ്, ന്യൂ മെമ്പർ ആയതുകൊണ്ടാണ് ശ്രുതിന്റെ അടുത്ത് ചോദിച്ചത്. ബാക്കി ഓൾറെഡി ലൗഷിയൊക്കെ കുറച്ച് നാളുകൾ മുന്നേ ഉള്ളതാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഷീമിത്ര എന്നുള്ള ഒരു സംവിധാനം മിത്രമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം മിനി മാഡം പറഞ്ഞത് മിനി മാഡത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ, അപ്പൊ എന്തിനാണ് സാധ്യത എന്നുള്ളത് പറഞ്ഞുതരും, അതിന് വേണ്ട പരിശീലനങ്ങൾ തരും, അതിന് വേണ്ട മെറ്റീരിയൽസ് തരും. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള മാർക്കറ്റിംഗ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു സംവിധാനമാണ് ഷീമിത്ര കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഡൈവേർട്ട് ആയി പോവും. ഇന്ന് ഓക്കെ സപ്ന മാമിന്റെ യാത്രയെ കുറിച്ചാണ് ഇവിടെ ഇന്ന് സംസാരിക്കുന്നത്. ടുഗദർനെസ് ട്യൂസ്ഡേയില് സപ്ന മാം വന്ന വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം നിങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു വന്ന വഴി പറയുമ്പോൾ നിങ്ങൾ പറയും ഷീ സ്കില്ലിലെ ചേഞ്ചത്തോണിൽ വന്നിട്ട് സപ്ന മാമിന്റെ സംസാരം കേട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് പറയേണ്ട ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ കേട്ടോ. സപ്ന മാം കണ്ടിന്യൂ ചെയ്തോ, ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം. യെസ് മാം. ഈ 3 കുഞ്ഞുങ്ങൾ വളർത്തിന്ന് പറഞ്ഞ നിസ്സാരമായിട്ട് ഫീൽ ചെയ്യണ്ടോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം മക്കളുള്ളവരും എല്ലാവരും ആയതുകൊണ്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്കുണ്ട് 2 മക്കളുണ്ട്. ഒരാള് 3-ാം ക്ലാസ്സില്, ഒരാൾ അംഗൻവാടി. അപ്പോ ഇതെല്ലാം ഇതിനിടയിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യല്ല. ഞാനിപ്പോ ന്യൂ മെമ്പേഴ്സ് മിനിയൊക്കെ സംസാരിച്ചുകൊണ്ട് ഒറ്റൊരു കാര്യം ഒന്ന് പറയട്ടെ. നമുക്കൊരു സിൽജ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് തൃശ്ശൂര്. സിൽജക്ക് 3 കുട്ടികളാണ്. അടുത്തടുത്ത് എന്താ പറയാ 2 വയസ്സ് 1 വയസ്സ് അങ്ങനെ ഭയങ്കര വികൃതിയാണ്. പിന്നെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ വല്ലാതെ സപ്പോർട്ടും ഇല്ലാത്ത സമയത്ത് ഒരു മെഷീൻ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും വാങ്ങിക്കാനുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലാത്ത സമയത്താണ് ഷീ സ്കില്ലില് സിൽജ ജോയിൻ ചെയ്തത്. ആര്യ വർക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകാൻ നോക്കിയ സിൽജ ആ 3 കുട്ടികളെയും വെച്ചിട്ട് ഒരു നവംബർ മാസം ആര്യ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ജനുവരി ആകുമ്പോഴത്തേക്ക് ഏകദേശം 1 ലാഖിന്റെ അടുത്ത് വരുമാനമായി. ഇന്ന് സിൽജ വേറെ ആൾക്കാരെ വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ഡിസൈനറാണ് തൃശ്ശൂർ. അപ്പം അത് കുട്ടികളെ ഞാൻ വിചാരിച്ചു അയ്യോ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. സപ്ന മാം പറഞ്ഞതുപോലെ അവരൊക്കെ വേണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ, പിന്നെ അങ്ങനെ വേണം എന്നുള്ളവരെ പേഴ്സണലായിട്ട് സപ്പോർട്ട് വ്യക്തിപരമായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്താൽ മതി. ഫസ്റ്റ് വേണ്ടതുണ്ടല്ലോ, നേരത്തെ ആരോ ഒരാൾ മെസ്സേജ് ഇട്ടിരുന്നു, ഭയം. എല്ലാവർക്കും ഉണ്ടല്ലേ ഭയം. നിങ്ങൾ എന്തിനെയാ ഭയക്കുന്നത്? നമുക്കൊരു ഓപ്പൺ ടോക്ക് ആകാം. എന്തിനെയാണ് ഭയക്കുന്നത്? പറഞ്ഞു. നമ്മള് കളിയാക്കുമെന്നുള്ള ഭയം തന്നെയാ. നമ്മളെ തന്നെയാണ് കൂടുതലും ആദ്യമായിട്ട് ഭയക്കണത്. പിന്നീട് മറ്റുള്ളവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ എന്തു പറയും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ കൂടുതൽ ഭയം ഉണ്ടാക്കാനുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാനൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങളുടെ ഫ്രണ്ടിനൊരു മിസ്റ്റേക്ക്, നിങ്ങളുടെ ഫ്രണ്ടിനൊരു തെറ്റ് പറ്റി, വലിയ മിസ്റ്റേക്ക് ആണെന്ന് എഴുതിക്കോ. അതല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ബിസിനസ് പരാജയപ്പെട്ടു, മൈക്ക് ഓൺ ചെയ്തെന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ എന്താ അവരോട് പറയാ? പേടിക്കേണ്ട, എല്ലാം ശരിയാവുന്നു. സിമ്പിൾ സിമ്പിൾ, വിഷയം തീർന്നില്ലേ? മറ്റുള്ളവരോട് കാണിക്കുന്ന ആ ഒരു കരുണ, അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ബിസിനസ്സിൽ പരാജയപ്പെട്ടു, നമ്മൾ അയ്യേ നീ പൊട്ടിപ്പോയില്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുവോ? ഇല്ല. നമ്മൾ എടാ കുഴപ്പമില്ല പോട്ടെ, മനുഷ്യനാണ്, ഇതൊക്കെ സ്വാഭാവികം അല്ലെ? അതുപോലെ അവര് പുതിയൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്.
നമ്മൾ എന്താ അവരോട് പറയാ? നീ ചെയ്ത് നോക്ക്, അങ്ങനെയല്ലേ പറയാ? അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ഒരു കമ്പാഷൻ പോലും, ഒരു ദയവ് പോലും നമ്മൾ നമ്മളോട് കാണിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇല്ല, ഓ കാണിക്കണില്ല. ഇല്ല. അപ്പൊ ഇത് ആരുടെയാ? നമ്മുടെയാണോ ഇല്ല, മറ്റുള്ളവരുടെയാണോ? നമ്മളുടെ നമുക്ക് പേടിയാണ്, മറ്റേ പറയാന്ന് തോന്നുന്നു. നമ്മളുടെ നമുക്ക് തുടങ്ങാനൊരു പേടിയാണ്. അതാ പറഞ്ഞത്, ആ ഭയം ആദ്യമേ ഉള്ളിൽ നിന്ന് എടുത്ത് കളയും. ഞാൻ എന്തിനെയാണ് ഭയക്കുന്നത്? ഞാൻ തോറ്റുപോകുമെന്നുള്ള പേടിയാണോ? തോറ്റുപോകുമെന്ന് പേടിച്ചിരുന്ന ആരും ഈ ലോകത്ത് സക്സസ് ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. മനസ്സിലായോ? തോറ്റു പോകുമെന്ന് ഭയന്നിട്ടുള്ളവരാരും ഈ ലോകത്ത് ഒന്നുമായിട്ടില്ല, ഒന്നും നേടിയിട്ടുമില്ല. പ്രസവം ഭയങ്കര പാടാണെന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? ഇനി നോർമൽ ആണെങ്കിലും ശരിയാണ്, സിസേറിയൻ ആണെങ്കിലും ശരിയാണ്. നമ്മൾ ആരെങ്കിലും ഭയന്ന് നിന്നോ? ഇല്ല. ഇല്ല. വീണ്ടും ഒരു പ്രാവശ്യം ആ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞു, വീണ്ടും പ്രസവിച്ചില്ലേ? പ്രസവിച്ചോ? അതെ. യെസ്. എങ്കിൽ പിന്നെ എല്ലാവരും പറയുന്ന കേട്ട് പാടാണെന്ന് പറഞ്ഞ് നമുക്കൊന്ന് പിന്നോട്ട് നീങ്ങാറുന്നല്ലോ. എന്തേ നീങ്ങാതിരുന്നേ? അത് നമ്മളുടെ ഒരു ആവശ്യമായിരുന്നു. മനസ്സിലായോ? അത് നമ്മളുടെ ഒരു ആവശ്യമായിരുന്നു. ഇതുപോലെയാണ് നിങ്ങളുടെ ആവശ്യമാകണം. നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആവശ്യമാകണം. അപ്പൊ മാത്രമാണ് നമ്മൾ അതിലേക്ക് എടുത്ത് ചാടുകയുള്ളൂ. പിന്നെ നാട്ടുകാർ എന്ത് പറയും? ഒരു നാട്ടുകാരും ഒന്നും പറയില്ല. അത് നിങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തന്നെ കളിപ്പിക്കണതാ. മനസ്സിലായോ? അതായത് നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ബ്രെയിനിനും ഒന്നും വലിയ പണിയെടുക്കാനായിട്ട് താല്പര്യമില്ല. ഇരുന്നിരുന്ന് ഇങ്ങനെ മടി പിടിച്ചു പോയി. മനസ്സിലാവണ്ടോ? അപ്പോ പുള്ളി തന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ട്രിക്കാണ്, നീ ഇതിനൊന്നും പോകണ്ട, പോയി കഴിഞ്ഞാൽ നീ തോറ്റു പോവും, ആളുകൾ കളിയാക്കൂന്നൊക്കെ. ഒരാളും കളിയാക്കൂലെന്നേ. ഇനി ആരെങ്കിലും കളിയാക്കിയാൽ തന്നെ അവർക്ക് വിവരമില്ലെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായോ? ആരെങ്കിലും കളിയാക്കിയാൽ തന്നെ അവർക്ക് വിവരമില്ല. വിവരമില്ലാത്തൊരു വല്ലതും പറഞ്ഞ് നമ്മളത് മൈൻഡ് ചെയ്യണോ? വേണ്ട. വേണ്ട. അത്രേ ഉള്ളൂന്നേ. ഈ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് വാ. ഇപ്പോ നിൽക്കുന്ന ഈ കംഫർട്ട് സോണില്ലേ, അതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് വാ. അതിനുള്ള മാർഗങ്ങളുമായിട്ടാണ് റഷിദ മാം നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു ക്യാഷ് മുടക്കി നിങ്ങൾ പുറത്തു പോണോ? വേണ്ട. നിങ്ങളുടെ വീട്ടുജോലികളും നിങ്ങളുടെ മക്കളെ നോക്കലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഈ ഫോൺ മാത്രം മതി, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്റെ സൈക്കോളജിയുടെ ഡിപ്ലോമ അഡോളസന്റ് ആൻഡ് ചൈൽഡ് കൗൺസിലിംഗ് എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? എന്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യിച്ചോണ്ടാ. എന്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യിച്ചോണ്ട് ഞാൻ ഇരുന്ന് എക്സാം എഴുതി. അപ്പൊ അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമ്മളുടെ മുൻപിൽ ഉണ്ട്. എന്നിട്ടും ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നതിന്റെ റീസൺ എന്റെ മടി മാത്രമാണ്. നിങ്ങൾ ആരെയും കുറ്റം പറയണ്ട. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അത് ചെയ്യാതിരിക്കാനായിട്ട് എന്റെ മനസ്സ് കണ്ടുപിടിക്കുന്ന മാർഗങ്ങളാണ് ഞാൻ തോറ്റുപോകുമോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ കളിയാക്കുമോ എന്നുള്ള ഭയം. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇന്ന് സക്സസ് ആയി നിൽക്കുന്നവരാരും വളരെ ഈസി ആയിട്ട് സക്സസിലേക്ക് എത്തിയവരല്ല. മനസ്സിലായോ? അവർക്കൊന്നും ഫെയിലിയർ ഇല്ലാന്നും വിചാരിക്കരുത്. അവർക്കൊന്നും ഫെയിലിയർ ഇല്ലാന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. പലവട്ടം അവർ പരാജയപ്പെട്ടിട്ടുണ്ടാകും. ആ പരാജയങ്ങളിൽ നിന്ന് തന്നെയാണ് അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റതും ഇന്നത്തെ ഈ പൊസിഷനിൽ നിൽക്കുന്നതും. അതുപോലെ നിങ്ങൾ പഠിക്ക്, നിങ്ങൾ സ്കിൽ അക്വയർ ചെയ്യുക. ആ എല്ലാവരും ബോൺ സ്കില്ലായിട്ട് വന്നവരൊന്നും അല്ല. ഈ സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്നതാ. ക്ലിയർ ആവുന്നുണ്ടോ? ഈ സ്കിൽ എന്ന് പറയുന്നത് പഠിച്ചെടുക്കുന്നതാണ്. അത് നമുക്ക് ആരെ കൊണ്ടും പറ്റും. അത് ഏത് മേഖലയിലാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ നിമ്മി ഉണ്ടോ ഇവിടെ? നിമ്മി ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ ഉണ്ട്. എന്താ കേക്ക് മേക്കിംഗ്? ഇപ്പൊ പ്രഗ്നന്റ് ആയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ബാക്കിലേക്കായി പോയി.
അത് ശരി, അങ്ങനെ ഒരു വിശേഷം ഉണ്ടായതൊന്നും നമ്മളറിയില്ലല്ലോ. അന്ന് മറ്റേ യോഗയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചിരുന്നു പ്രഗ്നന്റ് ലേഡീസിന് എന്തൊക്കെയാ ചെയ്യാന്നുള്ളത് കൺഫേം ആയിരുന്നില്ല. ആ, ഇപ്പൊ 8 ഓക്കെ ഓക്കെ മാസമായി 8 മാസം ഓക്കെ, സന്തോഷം അറിഞ്ഞതിൽ സന്തോഷം കേട്ടോ. ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ പ്രഷറും ഷുഗറൊക്കെ അതിന്റെ കുറവും പിന്നെ ശ്വാസമുട്ടൊക്കെ വന്ന കാരണേ ഒന്നിനോടൊരു കുറച്ചു നേരം നിൽക്കുമ്പോഴേക്ക് ഇങ്ങനെ ബോഡി ഇങ്ങനെ താഴ്ന്നു കിടന്നു പോകും. അപ്പൊ ഒന്നിനോട് ഒരു ഇത് വരുന്നുണ്ടായിരുന്നില്ല. നിമ്മി, നാളെ നമ്മളുടെ പിന്നെ വെനസ് സെക്ഷൻ ഉണ്ടല്ലോ, വെനസ്ഡേ അല്ലേ? നിമ്മിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ ആദ്യയുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നാളെ ഹാപ്പി ആയിട്ടിരിക്കും. Thank you. ഇവയെ കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം. കാരണം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോ തന്നെ നമുക്ക് തോന്നും നമുക്ക് തന്നെ പറയാനായിട്ട് നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ അത്. അപ്പൊ അതുകൊണ്ടാണ് നിമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ബേക്ക് ചെയ്യുമ്പോ തെറ്റിപ്പോകുമോ എന്നുള്ള, ഒന്ന് ഷെയർ ചെയ്യാവോ അത്? ഞാൻ ആദ്യം എനിക്ക് ബേക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്. കുക്കിംഗ് മേഖലകളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ബേക്കിംഗ് ചെയ്തപ്പോ സംഭവം കറക്റ്റ് ആയിരുന്നെങ്കിലും അതിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ആദ്യം ഇത് കറക്റ്റ് ആവോ, ഇത് എത്ര മിനിറ്റ് ആവുമോ എന്നൊരു ടെൻഷൻ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ എല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ അത് ഞാൻ കേക്ക് ഉണ്ടാക്കണൊക്കെ 3-4 തവണയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കറക്റ്റായി. ഞാൻ എന്റെ അപ്പാപ്പന്റെ ബർത്ത്ഡേക്ക് എന്റെ അനിയത്തിന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അത്. എനിക്ക് തന്നെ മനസ്സിലായി ഇത് എന്നെ കൊണ്ട് കഴിയും, ബാക്കിയുള്ളതെല്ലാം എന്റെ മനസ്സെന്നെ പറ്റിച്ചോണ്ടിരുന്നതാന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി കഴിയുമ്പോ വീണ്ടും നമ്മൾ പഴയ പോലെ ആകും. നിമ്മി വരും ഷിലീഷ്യസ് ബ്രാൻഡിന്റെ ഒരു ഹോം ബേക്കർ ആയിട്ട് നിമ്മി വരും. എല്ലാം കഴിയട്ടെ, ഡെലിവറി ഒക്കെ കഴിയട്ടെ. മാം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഇപ്പം നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല മാം. കാരണം ഒന്നാമത് നമുക്ക് അതിനനുസരിച്ചുള്ള അവസരം കിട്ടണം. പിന്നെ ഇപ്പൊ എന്താ ഏത് പഠിക്കണമെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യില് എങ്ങനെയായാലും കുറച്ച് വരുമാനം എന്ന് പറയുന്ന ഒരു സംഭവം വേണം. പിന്നെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് കുറച്ച് ഒരു ശതമാനമെങ്കിലും നമുക്ക് ഉണ്ടാവണം. ഇപ്പം അവര് പൂർണ്ണമായിട്ടും നമ്മളോട് ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മള് അതുപോലെ അങ്ങ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ ചേട്ടായിയുടെ അമ്മ എന്ന് പറയുമ്പം അത്രയ്ക്ക് സപ്പോർട്ടീവാണ്. മക്കളെ നോക്കുന്ന കാര്യത്തിലായാലും, അല്ലെങ്കിൽ നീ എന്തെങ്കിലും പഠിച്ചോ അല്ലെങ്കിൽ ചെയ്തോ എന്ന് പറയുകയും അല്ലെങ്കിൽ എൻ്റെ മക്കളെ നോക്കുന്നതും ഒക്കെ അമ്മയാണ്. ഇപ്പം അങ്ങനെ സാഹചര്യം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ശ്രുതി, ഒരു മിനിറ്റ്, അതിനിടയിൽ ഞാനൊന്ന് കയറട്ടെ. വേറെ ഒന്നല്ല, കാരണം എന്താണോ, ഞാൻ നേരത്തെ പറഞ്ഞ സിൽജ എന്ന് പറഞ്ഞ കുട്ടി, ഞാൻ പറഞ്ഞ 3 കുട്ടികളാണ്. ഹസ്ബൻഡ് ഗൾഫിലാണ്, ഹസ്ബൻഡിന്റെ ഫാമിലിയിലാണ് നിൽക്കുന്നത്. വലുതായിട്ട് സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ അവർക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് വരുമാനം നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് കാണും. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അവിടെ ഞാനൊന്ന് കറക്റ്റ് ചെയ്തുതരാം. ശ്രുതി, അവിടെ ഞാനൊന്ന് കറക്റ്റ് ചെയ്തുതരാം. നമ്മളെല്ലാരും ഫോണില് റീൽസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ്. നമ്മള് എന്ത് ഫാമിലിയിലുള്ളവരെ എങ്ങനെ പിന്നെ ഇപ്പൊ ശ്രുതിയുടെ കാര്യത്തിലല്ല, മറ്റുള്ളവരുടെ പൊതുവെയുള്ള കാര്യം പറഞ്ഞതാണ്. ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്നൊന്നും സപ്പോർട്ട് ഉണ്ടാവില്ല ചിലവർക്കൊക്കെ. പക്ഷെ നമ്മളുടെ കയ്യിലുള്ള ഫോണ് എല്ലാ സമയത്തും മറ്റൊരാള് അത്രമാത്രം ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയില്ല. കാരണം ഫോണ് എല്ലാവരുടെയും ലൈഫിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ആ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഇപ്പം ശ്രുതി ജോയിൻ ചെയ്തത്, ശ്രുതിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടായിട്ടും സ്കില്ലിലെ ഫീസ് വളരെ ചെറിയ ഫീസാണ്. എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. അതിനെല്ലാ മെറ്റീരിയൽസ് വീട്ടിലെത്തിച്ചേരും. നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താൻ പിന്നെ വ്യക്തിപരമായിട്ട് സപ്പോർട്ട് ഉണ്ട്, ഫോളോ അപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ടാണ്. സത്യമാണ് മാം, സത്യമാണ്. ആ ഒരു കാര്യം ഞാൻ 100% ഞാൻ യോജിക്കുന്നു. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ വരുമാനം ഏത് രീതിയിൽ വന്ന ഇതാണ്, അത് കൂട്ടി വെച്ചിട്ട് ഞാൻ കയറിയതാണ് ഇതിലേക്ക്.
ശ്രുതി സെലക്ട് ചെയ്തത് ഒരു കോഴ്സ് ആയിരുന്നു. ഞാൻ ശ്രുതിനോട് പറഞ്ഞു, ശ്രുതി ആ കോഴ്സിന്റെ പേയ്മെന്റ് അവിടെ നിൽക്കട്ടെ, നീ ലേൺ ആൻഡ് പഠിക്കേണ്ട കുട്ടിയാണ്, നീ ഇപ്പം തൽക്കാലം ആ പേയ്മെന്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ എനിക്ക് നീ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി ശ്രുതിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണോ, ശ്രുതിക്ക് നേടണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു സംസാരത്തിൽ നിന്നും പിന്നെ ശ്രുതിന്റെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ബാക്കി എല്ലാവർക്കുമായിട്ട് പറയാം, ശ്രുതി എഴുതിയിട്ട് പിന്നെ എന്താണ് അതിൽ നിന്നൊരു വരുമാനം നേടുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് വരുമാനം നേടുന്നുണ്ട്. അപ്പം ശ്രുതിനെ പോലെ ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ഉണ്ടാവും. അത് കണ്ടെത്തി മുന്നോട്ട് പോവാൻ പരിശ്രമിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ശ്രുതി എൻ്റെ അടുത്ത് പറഞ്ഞു, മിസ് ഞാൻ എഴുതാറുണ്ട്, അതിന് എനിക്ക് ചെറിയ പേയ്മെന്റ് കിട്ടാറുണ്ട്. അപ്പോ എന്നിട്ട് ഞാനൊരു ദിവസം പറയുന്നതിന് മുന്നേ ശ്രുതി ഇങ്ങോട്ട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് പേയ്മെന്റ് കിട്ടി മിസ്സെ, ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു വരുമാനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ആ വരുമാനം കണ്ടെത്താൻ നിങ്ങളിപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാ കോഴ്സും പഠിക്കണോ എന്നൊന്നുമില്ല. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു കാര്യം എടുത്ത് പഠിച്ചിട്ട് ഇതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. ഷീമിത്ര ഫാമിലിയിൽ വന്ന ഒരു മെമ്പർക്ക് എന്തായാലും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഇന്ന് സഫ്ന മാമിന്റെ സമയമാണ്, നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഓരോ സാഹചര്യം വന്നതുകൊണ്ടാണ്. സോറി മാം, കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പൊ ഋഷിത മാം പറഞ്ഞ പോലെ നമുക്ക് വണ്ടിയിൽ കയറി പോകണ്ട, നീ എവിടെയാ പോണെന്ന് ആരും ചോദിക്കോ? ഇല്ല. പ്രകാശ് താന്ന് ആരെങ്കിലോടും പറയണ്ട, എന്റെ കുഞ്ഞിനെ പോകുമ്പോ ഒന്ന് നോക്കണേ എന്ന് ആരെയും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇതൊന്നും ആ മുറിയിലേക്ക് ഇരുന്ന് നമ്മൾ ചെയ്യുന്ന ആ ടൈം നമുക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. അവിടെ ആരുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ ശ്രുതി മാം പറഞ്ഞതുപോലെ ക്യാഷ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഇവിടെ ഈ 250 റുപ്പീസ് എന്ന് പറയുന്നത് അതൊരു വലിയ എമൗണ്ട് അല്ല. ഒരു പക്ഷേ ഉള്ളവരും ഉണ്ടാകാം, ഞാൻ അങ്ങനെ അടച്ചു പറയുന്നതല്ല. പക്ഷെ എങ്കിലും നമ്മളത് വേണം എന്ന് തീരുമാനിച്ച് 10 രൂപ കൂട്ടി വെച്ചാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തുകയല്ലേ ഉള്ളൂ. 200 അതെ, കൂട്ടി വെക്കണം, കൂട്ടി വെച്ചാലേ പറ്റുള്ളൂ. കൂട്ടി വെച്ചാലേ പറ്റുള്ളൂ. ചിലപ്പോ നമ്മളുടെ കയ്യിൽ ഒരുമിച്ച് ശരിയായിരിക്കാം, ഞാനത് പൂർണ്ണമായിട്ടും പറയില്ല, ഇല്ല 250 രൂപയല്ലേ ഉള്ളൂ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പലരുടെയും സാഹചര്യങ്ങള് പല രീതിയിലാണ്. അപ്പൊ നമ്മളുടെ ആവശ്യം നമ്മൾ മുൻനിർത്തി എന്ത് ചെയ്യുക, നമ്മളതൊന്ന് സേവ് ചെയ്ത് നമ്മള് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ചുമ്മാ പാത്രവും കഴുകി പാത്രവും തേച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നമുക്ക് മടുക്കും, ലൈഫ് മടുക്കാൻ തുടങ്ങും അല്ലേ. വേണോ ഇനിയും ഇങ്ങനെ മടുത്ത് ജീവിക്കണോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഞാൻ അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ഒരാൾ തന്നെയായിരുന്നു. എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട്, നല്ല രീതിയിൽ സംസാരിക്കും, അതെന്റെ വിശ്വാസമാണ് കേട്ടോ. കേൾക്കുന്നത് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ശരിയല്ലേ? അങ്ങനെ ഒരു വിശ്വാസം എന്റെ ഉള്ളിലുണ്ട്. അതല്ലെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ പറയണത് ആർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നണില്ല, അത്ര ബോറാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവോ? ഇല്ല. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഞാൻ കൊള്ളാം, നീ കൊള്ളാം എന്ന് ഞാൻ തന്നെ എന്നോട് പറയണം. വേറെ ആരെങ്കിലും ഒന്ന് പറയൂ നീ കൊള്ളാന്ന്? ഇല്ല. അപ്പൊ അതുപോലെ നിങ്ങളെ തന്നെ നീ സൂപ്പറാ ഒന്ന് പറഞ്ഞേ, ഞാൻ സൂപ്പറാന്നൊന്ന് പറഞ്ഞു ഇവിടെ തട്ടിട്ട്. ഞാൻ സൂപ്പറാ. പണ്ട് വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറഞ്ഞിട്ടൊരു സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് കണ്ടപ്പോ അന്ന് നമുക്ക് സൈക്കോളജിനെ കുറിച്ച് ഇത്ര വിവരമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ഫൂളിഷ്നെസ് ആണ് നീ കാണിക്കണേന്നൊക്കെ അന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വരുന്ന വിഷയം എന്താന്ന് വെച്ചാല് അഫോമേഷൻ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ അഫോമേഷൻ? നമ്മൾ അതുകൊണ്ട് പറയാണ് അല്ലെ. എനിക്ക് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഫേക്ക് ആയിട്ട് ഞാൻ പറയും എനിക്ക് ഉണ്ട് എന്ന് ഞാൻ പറയാണ്. എന്തിനു വേണ്ടിയാണ്? എനിക്ക് മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഭയം തോന്നുമ്പോ നിങ്ങൾ എന്ത് പറയണം? ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങളിൽ പലർക്കും ഉണ്ട്.
അല്ലെ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റഷിദ മാമിനെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുണ്ട് എന്നുള്ളത് ഈ പറയുന്ന എനിക്കോ റഷിദ മാമിനോ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കോ അറിയാൻ പറ്റണമെന്നില്ല. ശരിയല്ലേ? ഈ പറഞ്ഞ കേക്ക് ബേക്കിങ്ങോ അതില്ലെങ്കിൽ എന്താ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഇപ്പൊ മാം കുറെ കോഴ്സുകളുടെ പേര് പറഞ്ഞല്ലോ, അതിലേതെങ്കിലും നിങ്ങളതൊന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ നോക്ക്. നിങ്ങളെ കൊണ്ട് ഇതിലേ എന്തായാലും ഒരു മനുഷ്യന് ഏതെങ്കിലും ഏരിയയിൽ ഒരു കഴിവില്ലാതിരിക്കില്ലല്ലോ. എനിക്ക് പ്രത്യേകിച്ച് കഴിവ് എന്ന് പറയുന്നവരും ഉണ്ട്. ശരിയല്ലേ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ല. ഈ കഴിവ് എന്ന് പറയുന്നത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യ. സ്കില്ല് പാട്ട് പാടാനും എഴുതാനും ഒന്നും അല്ല കേട്ടോ. ഇനി തെറ്റിദ്ധരിക്കരുത്. ഈ പറയുന്ന പല കാര്യങ്ങളും സ്കില്ല് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബൈ പ്രാക്ടീസ് നമുക്ക് പെർഫെക്റ്റ് ആവാനായിട്ട് പറ്റും. അപ്പോ ഉള്ളിലുള്ള ഭയത്തെ നീക്കി കളയാം. ഞാൻ അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ മാറിയോ? ആരോ ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു, പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ മാറിയോ? യെസ്. ആ യെസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടതാ. ഫേക്ക് ആയിട്ട് പറയുന്നേ. ഫേക്ക് ഇറ്റ് ടിൽ അണ്ടിൽ മേക്ക് ഇറ്റ്. ഫേക്ക് ഇറ്റ് ടിൽ മേക്ക് ഇറ്റ് അണ്ടിൽ മേക്ക് ഇറ്റ്. ഫേക്ക് ചെയ്യാം. നമ്മളെ തന്നെ എന്ത് ചെയ്യാ? തെറ്റിദ്ധരിപ്പിക്കാന്നേ. എനിക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോ തന്നെ എന്ത് പറയാ? എനിക്ക് പറ്റും. 10 പ്രാവശ്യം എനിക്ക് പറ്റുമെന്ന് പറയുമ്പോഴുണ്ടല്ലോ എന്റെ ബ്രെയിൻ മാറി ചിന്തിക്കാൻ തുടങ്ങും. ഇവൾ ഇത്ര ദിവസം കണ്ട പോലെ അല്ലല്ലോ, എന്തൊക്കെയോ മാറ്റമുണ്ട്. ഇത്ര നാൾ ഇവൾ ഇങ്ങനെ വെറുതെ മടി പിടിച്ച് ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അവൾ അങ്ങനെയല്ല. അവൾ എന്താണ്? അവൾ കുറെ കൂടി സ്ട്രോങ് ആയി. അവൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മുടെ കൂടെ ആര് നിൽക്കും? ബ്രെയിൻ നിൽക്കും. ആക്ച്വലി നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മടിയനാ. മനസ്സിലായോ? നമ്മുടെ ബ്രെയിൻ അതായത് പുള്ളിക്ക് വലിയ കാര്യമായിട്ട് പ്രവർത്തിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ നമ്മളെ മാക്സിമം തളർത്താനേ നോക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ ബോധപൂർവം ഫേക്ക് ചെയ്യാ ടിൽ മേക്ക് ഇറ്റ്. അത് യാഥാർത്ഥ്യമാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാ? നമ്മളെ തന്നെ നാവുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് നിന്നും എനിക്ക് പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക. പിന്നെ ചുറ്റുപാടുമുള്ള ഒന്നിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അതിന് എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഫ്രണ്ടിനോ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലോ എന്ത് ഇഷ്യൂ വന്നാലും നമ്മൾ ആരെങ്കിലും കളിയാക്കോ? ഇല്ല. അപ്പൊ നമ്മളെ കളിയാക്കും എന്നുള്ള നമ്മളുടെ ചിന്ത അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അത്രേ ഉള്ളൂ. അത് തെറ്റാണത്. അതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു ദയം നമ്മളോട് കാണിക്കണില്ല. മറ്റുള്ളവർക്ക് ഒരു തെറ്റുപറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ലടാ പോട്ടെ എന്നൊക്കെ പറയും. നമുക്കൊരു തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അയ്യോ പറ്റിയല്ലോ എന്നോർത്ത് വിഷമിക്കും. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെ? ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്നൊന്ന് പറഞ്ഞു നോക്കിയേ. കുഴപ്പമില്ല, മനുഷ്യനല്ലേ, ഇതൊക്കെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാ. നമ്മളോട് തന്നെ കമ്പേഷൻ ആവുന്നേ, ഒന്ന് ദയ കാണിക്കുന്നേ. ഇതൊക്കെ തമാശയായിട്ട് എടുക്കരുത് കേട്ടോ. ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം. നിങ്ങളുടെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ടോൺ മാറ്റി അത് ആ ഒരു സെൻസിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യാ? മറ്റുള്ളവരെ, നാട്ടുകാരെ ഭയക്കുന്ന ആ ഒരു സിസ്റ്റം നിങ്ങൾ അങ്ങ് മാറ്റി കളഞ്ഞേക്കുക. എനിക്ക് പറ്റും, എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെയോ നേടാനുണ്ട് എന്ന് മനസ്സിൽ ഇപ്പൊ തന്നെ ഉറച്ചിട്ടോ, ഇപ്പൊ തന്നെ കുറിച്ചോ. എനിക്ക് എന്തൊക്കെയോ നേടാനുണ്ട്, ഞാൻ നേടിയിരിക്കും. അത് അഹങ്കാരമല്ല. ആണോ? അല്ല. അത് നമ്മളുടെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. നമ്മുടെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് തോന്നുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കുക, നമ്മുടെ പാരന്റ്സിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലേ? പലപ്പോഴും തോന്നാറില്ലേ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പാരന്റ്സിന് കൊടുക്കാമായിരുന്നു എന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ? മനസ്സിലേക്ക് അങ്ങ് കൊടുക്കുക. അത് കൊടുത്തു വരുമ്പോ സ്വാഭാവികമായിട്ട് ഈ വരുന്ന ഭയങ്ങളെല്ലാം നമുക്ക് മാറിപ്പോകും. ഇപ്പോ ഈ ലാസ്റ്റ് വീക്ക് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു, സ്റ്റേജ് വാർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഫസ്റ്റ് കിട്ടിയ മാം ശരിക്കും പറഞ്ഞാല് കരയാ സ്റ്റേജിൽ നിന്ന്. പറയാണ് എന്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചത് പോലൊരു മോളാവാൻ എനിക്ക് പറ്റിയില്ല, പക്ഷെ ഇപ്പോ ഞാൻ ഇതിപ്പോ ഇവിടെ കിട്ടിയപ്പോ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് കരയാണ്. ഒപ്പം ആ വേദിയിൽ ഇരുന്ന പലരും
കരഞ്ഞു, ഞാനും കരഞ്ഞു. കാരണം ആ അച്ഛനും അമ്മയും കൂടെ സ്റ്റേജിൽ വന്നു. അച്ഛനും അമ്മയും സ്റ്റേജിൽ വന്നു. അവര് കരയാണ്, അവരും കരയാണ്. നമ്മള് മനുഷ്യനല്ലേ, കരയൂലേ? അല്ലേ? നമ്മൾ അവിടെ സങ്കടം കൊണ്ടാണോ കരഞ്ഞത്? അല്ല, അവർക്ക് കിട്ടിയ ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുകയാണ് ഉണ്ടായത്. ആ പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്താ? എന്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചതുപോലെ ആ ഒരു ഉന്നതിയിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല, പക്ഷെ ഇപ്പോ ഞാനത് നേടി. അതുപോലെ പാരന്റ്സിനും പ്രൗഡ് മൊമെന്റിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അവർക്ക് വേണം. കൊടുക്കാൻ കഴിയണം, അല്ലെ? നാളെ നമ്മളുടെ മക്കൾക്ക് വേണ്ടി ഇത് എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദേ അവര് വളരെ പ്രൗഡ് മൊമെന്റോട് കൂടി പറയണം, ഹായ് ഇത് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്റെ മദറാണ് ചെയ്ത് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു, നിങ്ങൾ അതൊക്കെ തിങ്ക് ചെയ്യണം. മനസ്സിലായോ? വെറുതെ അവർക്ക് ചോറും കറിയും വെച്ചു കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. അവരെ ഭാവിയിലേക്ക് നമുക്ക് സക്സസ് ആവണം. ഒപ്പം എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കരുതി വെക്കണം, സേവ് ചെയ്യണം. അപ്പൊ ആ ഒരു മൊമെന്റ് എല്ലാം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. അപ്പൊ നിങ്ങളുടെ ആ ഭയങ്ങളും എല്ലാം മാറും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉള്ളിലെ കഴിവ്, ഏത് മേഖലയിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കുക. കഴിയുന്നില്ല എങ്കിൽ റഷീദ മാമിനെ കോൺടാക്ട് ചെയ്യുക, സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാവും ഞാൻ ഏതിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് എന്നുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുക, ഒട്ടും മടിക്കണ്ട, നിങ്ങളും സക്സസ് ആകും. റെഡി അല്ലേ? റെഡിയാണ്. പിന്നീട് എനിക്ക് കഴിയുന്നവർ മാക്സിമം ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ? കാരണം ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ പല പരിപാടിക്കും പോവില്ലേ? എനിക്ക് മടിയാണ് മാം. എന്താ മടി? എനിക്ക് ഫേസ് കാണിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഓക്കെ നമുക്കത് നോക്കിയിട്ട് പിന്നീട് ചെയ്യാം ശ്രുതി, അതിനെ പറ്റിട്ട് ഇപ്പൊ പറയണം കേട്ടോ. അല്ല ശ്രുതി മാം, അതായത് ഇപ്പൊ ഞങ്ങളെല്ലാം സുന്ദരികളായതുകൊണ്ടാണോ ഇരിക്കുന്നത്? അതുകൊണ്ടല്ല മാം. എനിക്ക് എന്താ പറയുന്നേ, എനിക്ക് ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്. എന്നുവെച്ചാൽ ഞാൻ സംസാരിക്കും, ബാക്കിയൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ എനിക്ക് ഫേസ് കാണിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതി, ഞാനും സ്വപ്ന മാമും കൂടി ഇത്രയും ആൾക്കാരെ മുന്നെന്ന് പറയാണ്, നമ്മളുടെ 100 days തുടങ്ങിയിട്ട് ഒരു 15 ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ശ്രുതിന്റെ ഫേസ് കാണുന്ന രീതിയിലേക്ക് ശ്രുതിനെ മുന്നോട്ട് കൊണ്ടുവരും. ഇത് ഞാനും സ്വപ്ന മാമും കൂടി എടുക്കുന്ന ഒരു തീരുമാനമാണ്. ശ്രുതി ഒരു പിന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയൊന്നല്ല. നമുക്കൊന്നും ഒരു പേന പിടിച്ചാൽ ഞാൻ എഴുതാറുണ്ട്, പക്ഷെ എല്ലാവർക്കും അത് പറ്റാറില്ല. അങ്ങനെ ഒരുവിധം കഴിവൊക്കെ ഉള്ള വ്യക്തിയാണ്. അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പോ എന്തായാലും സ്വപ്ന മാം ഇത്രയും സമയം നിങ്ങൾക്ക് ഇത്രയും എന്താ പറയാ, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറുന്ന രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് മാഡം ഇവിടെ വരെ എത്തിയതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനമായി, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ നിങ്ങളുടെ അഭിപ്രായം എന്താന്നൊക്കെ കൃത്യമായിട്ട് അറിയിക്കുക. ഓക്കെ? നാളെ വെനസ്ഡേ ആണ് മാം. ഉറപ്പായിട്ടും മാമിന്റെ ക്ലാസ് ഇവർക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ടാവും. ഇനി മാമിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പറയാവോ? ആ മാം, നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ നമുക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി മാമിനോട് എനിക്ക് പറയാം, ഞാൻ സൈക്കോളജി ഇഗ്നോല് ഫൈനൽ ഇയർ ആണ്. അത് എന്റെ ലൈഫ് ജേണി ഇങ്ങനെയാണ്. എനിക്ക് എന്റെ ഫാമിലി, ഇപ്പൊ എനിക്ക് 37 വയസ്സുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തൊരു ബികോം വിഷയത്തിൽ കൊണ്ടുപോയി ചേർത്ത് എനിക്കത് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ സ്വന്തമായി ജോലിയെടുത്ത് എന്റെ ഇഷ്ടത്തിന് ഇപ്പോഴാണ് എന്റെ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഫൈനൽ ഇയർ ആണ്, പ്രാക്ടിക്കൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഗ്നോല്. ഓക്കെ? അപ്പോ ഈ പറഞ്ഞ പോലത്തെ ഷൈനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ഇപ്പൊ ഞാൻ വളരെ കോൺഫിഡൻസ് ആണ്. എനിക്ക് ഇനി വേണ്ടത് ഫിനാൻഷ്യലി ഞാനൊന്ന് സെറ്റ് ആവണം എന്നുള്ളൂ. അതെ, അത്രയാണ്. കാരണം ഇപ്പൊ മാം പറഞ്ഞല്ലോ മൈൻഡ് സെറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾക്ക് ഓക്കെ ആയിരിക്കും. മാമിനെ അറിയാം, നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നവർ ഓൾറെഡി എല്ലാം സെറ്റ് ആയിരിക്കും. ഇപ്പോൾ മറ്റുള്ളവരെ പറയും, അതായത് സൊസൈറ്റിനെ ഭയക്കുന്നില്ല, നമ്മളുടെ ഇഷ്ടത്തിന് സമയം ഉണ്ടാക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാം. പക്ഷെ ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യലി സെറ്റ് ആവണം, അതിനെന്തെങ്കിലും ഒന്ന് നമുക്ക് സപ്പോർട്ട് വേണം. അപ്പൊ അതുകൊണ്ടാണ് മാമിന്റെ ക്ലാസ്സും അതുപോലെ ഷീമിത്രയിൽക്ക് നമ്മളിങ്ങനെ കണ്ടപ്പോൾ
പിന്നെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഒരുപാട് സ്കാമുകളും വരുന്നുണ്ട് ഇതുപോലെ ക്ലാസ്സസും കാര്യങ്ങളും പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ മാമിന് ആദ്യമേ ഇതുപോലെ മെസ്സേജ് കിട്ടുന്നില്ലല്ലോ, ക്ലാസ് കിട്ടുന്നില്ല, ഗ്രൂപ്പ് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 2-3 പ്രാവശ്യം മെസ്സേജ് അയച്ചു. കാരണം നമുക്ക് ഒരു അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ എല്ലാത്തിലും പോയി ചാടുന്നുണ്ട്. എല്ലാവിടെയും പോയിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യും. ഏതിലെങ്കിലും നമ്മൾ രക്ഷപ്പെടാൻ നമുക്കറിയില്ലല്ലോ. അപ്പോ അതെ, അതുകൊണ്ടാണ്. പക്ഷെ ഇത് ഈ മാമിന്റെ ഒരു ആശയം തന്നെ നല്ലൊരു, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ കാരണം ആരെങ്കിലും നല്ല രീതിയിൽ ഏതെങ്കിലും അല്ലെ, ഏതെങ്കിലും സ്ത്രീകൾക്ക് നല്ലൊരു ഇത് ആ ഒരു ആശയം തന്നെ നമുക്ക് വളരെ ഇഷ്ടമായി. അപ്പൊ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനും നമ്മൾക്കും എന്തെങ്കിലും ആവാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതിലേക്ക് വന്നേക്കുന്നത്. ഉറപ്പായിട്ടും മാറിയിരിക്കും. എന്തായാലും കൂടെ ഞാൻ അന്ന് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ വാട്സപ്പ് ചെയ്തതാണ്. ഞാൻ കൂടെ ഉണ്ടാവും, അതുപോലെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ പ്രോമിസ് ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമുക്ക് 8 to 9 ഫുഡ് ഐറ്റംസിന്റെ ക്ലാസ് ആയതുകൊണ്ട് ഇന്ന് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഉറപ്പായിട്ടും ഇവർക്ക് ഇവരുടെ മൈൻഡിൽ ഒരു എന്താ പറയാ, ഒരു കനൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇവര് ഊതിക്കെടുത്തോ അല്ലെങ്കിൽ അത് ഒരു ജ്വാലയാക്കി മാറ്റുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. സപ്ന മാം, താങ്ക് യു സോ മച്ച്. ഒരു സെക്കൻഡ് കൂടി മാം. അതായത് ഈ കനല് കുറച്ച് ദിവസങ്ങൾ കഴിയും, കുറച്ച് ദിവസം വേണ്ട, ചിലപ്പോ നാളെ ഉച്ചയാകുമ്പോഴേക്കും ഈ കനൽ എന്ത് പറ്റും, കെട്ടുപോകും. അപ്പൊ അതിന് മുൻപായിട്ട് എന്ത് ചെയ്യാ, നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. എന്ത് കാര്യവും അങ്ങനെ ആയിരിക്കണം. ആ വരുന്ന കനലിനെ നമ്മൾ കെടുത്താനല്ല, ആളി കത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവരോടും ആ കനല് എത്രയും പെട്ടെന്ന് മാക്സിമം ഇന്ന് രാത്രി തന്നെ കത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു.